അപ്പോൾ എല്ലാവരെയും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഇസ്രയേൽ, ഹമാസ്, ഹിസ്ബുള്ള, ഹൂത്തി ഇസ്ലാമിക് റെസിസ്റ്റൻസ് എന്നിവരുമായുള്ള ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ വിശദമായ വിവരണത്തിന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഏതാണ്ട് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ അപ്ഡേഷൻസ് എന്താണെന്ന് വെച്ചാൽ ഇസ്രയേലിന്റെ ചരമഗീതം മുഴങ്ങിത്തുടങ്ങി. ഇസ്രയേൽ ഓടി അണച്ചു കഴിഞ്ഞു. ഒരു ഭാഗത്ത് ഇസ്രയേൽ ഓടുമ്പോൾ മറുഭാഗത്ത് ഓടുന്നത് ഇറാനിയൻ പ്രോക്സികളാണ്. അപ്പോൾ ഇസ്രയേലിനാണ് ഏറ്റവും കൂടുതൽ അണപ്പും കിതപ്പും. കാരണം ഇസ്രയേൽ ഓടുമ്പോൾ ഒറ്റയ്ക്ക് ഓടുന്നു, ഇറാനിയൻ പ്രോക്സികൾ 4-5 പേര് കൂടി ഓടുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഏറെക്കുറെ ഇസ്രയേൽ യുദ്ധം ചെയ്ത് കൊതിയും മതിയും തീർന്നു. കൊതി തീരും വരെ യുദ്ധം ചെയ്യുക, വളരെ എളുപ്പത്തിൽ ഇറാനിയൻ പ്രോക്സികളെ കഥകടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇസ്രയേൽ തുടങ്ങിവെച്ച യുദ്ധം അവസാനം ഇസ്രയേൽ എന്നൊരു രാജ്യത്തിന്റെ അന്ത്യം കുറിക്കും എന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഇപ്പോൾ ഓടി നടക്കുകയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര ബിസിനസ്സുകാരുടെ പിന്നാലെയാണ് ഓടുന്നത്. അന്താരാഷ്ട്ര ബിസിനസ്സുകാരെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിച്ച് നമ്മുടെ MA യൂസഫ് അലിയെ പോലുള്ള വൻകിട ബിസിനസ്സുകാർ, അറേബ്യൻ രാജ്യങ്ങളിലെ കുടുംബവുമായിട്ട് അധികം ബന്ധമുള്ള വൻകിട ബിസിനസ്സുകാരെ കൊണ്ട് സംസാരിപ്പിച്ച് എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒന്ന് അവസാനിച്ച് കിട്ടണം. അതാണ് ഇസ്രയേലിന്റെ ആവശ്യം. എന്നാൽ ഇറാനിയൻ പ്രോക്സികൾ അതിന് പച്ചക്കൊടി കാണിക്കുന്നില്ല. അവർ പറയുന്നത് 1947 മുൻപ് ഇവിടെ ഇസ്രയേൽ എന്നൊരു രാജ്യമില്ല, അവർക്കിവിടെ അഭയം കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ 47 മുൻപുള്ള ആ ഫലസ്തീൻ, വിശാലമായ ഫലസ്തീൻ, അത് തിരിച്ചു കൊണ്ടുവന്നിട്ടേ ഞങ്ങൾക്ക് ഇനി വിശ്രമമുള്ളൂ എന്ന് ഇറാനിയൻ പ്രോക്സികളായ ഹിസ്ബുള്ളയും ഹമാസും ഇസ്ലാമിക് റെസിസ്റ്റൻസും ഹൂത്തികളും ഒക്കെ പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ആയുധം താഴെ വെക്കില്ല, ഒന്നുകിൽ ഇസ്രയേലിന്റെ കഥ കഴിക്കുക, അല്ലെങ്കിൽ ഫലസ്തീനെ തിരിച്ചു കൊണ്ടുവരിക, അതുവരെ യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് അവർ പറയുന്നത്. അതായത് ഇസ്രയേൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്, ഏതാനും നാളുകൾക്ക് മുൻപ് ഖത്തറിൽ 8 ഇന്ത്യക്കാരെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അവിടെ ഇന്ത്യ ഗവൺമെന്റ് പല ശ്രമവും നടത്തിയപ്പോൾ ഖത്തർ ഗവൺമെന്റ് പറഞ്ഞത് വധശിക്ഷ നടപ്പിലാക്കുക തന്നെ ചെയ്യുമെന്നാണ്. അവിടെ ഗവൺമെന്റിന്റെ ശ്രമം പാളിയപ്പോൾ സർക്കാർ ഒരു കാര്യം തീരുമാനിച്ചു. നമ്മുടെ പ്രശസ്ത ഹിന്ദി നടനായ ഷാരൂഖ് ഖാനെ ഖത്തറിലേക്ക് അയച്ചുകൊണ്ട് ഇതിന് ഒരു കോംപ്രമൈസ് ചർച്ച സംഘടിപ്പിച്ചു. ഷാരൂഖ് ഖാന്റെ ശ്രമം വിജയിക്കുകയും ആ 8 പേരുടെ തല പോകാതെ രക്ഷപ്പെടുത്തി ഇന്ത്യയിലേക്ക് കൊണ്ടുപോരുകയും ചെയ്തു. അതിൽ ഒരു വ്യക്തി മലയാളി കൂടിയായിരുന്നു. അതുപോലുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ബിസിനസ്സുകാരെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്രയേൽ നടത്തുന്നത്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിച്ചു കിട്ടണം. യുദ്ധം ചെയ്ത് നെതന്യാഹുവിന് മതിയും കൊതിയും കെട്ടു. ഇനിയും യുദ്ധം ചെയ്താൽ അവരുടെ പൗരന്മാർ ചാവുകയും, അവിടെ അല്ലെങ്കിൽ തന്നെ ജനസംഖ്യ വളരെ കുറവുള്ള രാജ്യമാണ്. 1 കോടിയിൽ താഴെയാണ് ജനസംഖ്യ. അതിൽ പകുതിയുടെ കൂടുതൽ ഇപ്പോൾ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ബാക്കിയുള്ള ജനങ്ങളും അവസാനിക്കുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം വേണം. ആ പരിഹാരത്തിന് വേണ്ടി ഓടിച്ചാടി നടക്കുകയാണ്. എന്നാൽ ഇറാനിയൻ പ്രോക്സികൾ വഴങ്ങാൻ തയ്യാറല്ല. ഡു ഓർ ഡൈ എന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. എന്നാൽ ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് ഇസ്രയേൽ എന്താണ് പറഞ്ഞത്? ഗസയെ, ഫലസ്തീനെ ഒരു നോ മാൻസ് ലാൻഡാക്കി മാറ്റുമെന്നാണ്. ഒരു മനുഷ്യനും ഇല്ലാത്ത ഒരു മരുഭൂമിയാക്കി മാറ്റും എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഇസ്രയേൽ മുൻകൈയെടുത്തപ്പോൾ ഇറാനിയൻ പ്രോക്സികൾ പറയുന്നത്, ഇസ്രയേലിന് ഞങ്ങൾ ഒരു നോ മാൻസ് ലാൻഡ്,
ആക്കി മാറ്റിയിട്ടല്ലാതെ ഞങ്ങൾ ആയുധം താഴെ വെക്കില്ല എന്നാണ്. നോ മാൻസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനും ഇല്ലാത്ത വെറും മരുഭൂമി പോലെ, മനുഷ്യവാസമില്ലാത്ത ഒരു പ്രദേശം എങ്ങനെയാണ് കിടക്കുന്നത്? ചന്ദ്രനിൽ പോകുന്ന ശാസ്ത്രജ്ഞർ ആ ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇറങ്ങുമ്പോൾ എങ്ങനെയാണ് ആ ചന്ദ്രനെ കാണുക, ചന്ദ്രന്റെ ഉപരിതലം എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് കാണുക, അതുപോലെയാക്കി മാറ്റാതെ ഞങ്ങൾക്ക് ഇനി വിശ്രമമില്ല. അതുവരെ ഞങ്ങൾ ആയുധമെടുത്ത് പോരാടുമെന്നാണ് ഇറാനിയൻ പ്രോക്സികളുടെ വെല്ലുവിളി. ഈ വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള കഴിവും പ്രാപ്തിയും സത്യത്തിൽ ഇസ്രയേലിന് ഇന്നില്ല. അത് ചോർന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, ചോർന്നു കഴിഞ്ഞു. കൂടാതെ ഇറാനിയൻ പ്രോക്സികളുടെ കൈവശമുള്ള അതിമാരക പ്രഹരശേഷിയുള്ള വൻ ആയുധങ്ങൾ ഉണ്ട്. അവരുടെ കയ്യിൽ അത്തരം ആയുധങ്ങൾ ഏറെ സ്റ്റോക്കുണ്ട് എന്ന് മൊസാദും അമേരിക്കൻ ചാരസംഘടനയായ CIA-യും ഇസ്രയേൽ സർക്കാരിന് രഹസ്യ വിവരം കൊടുത്തിരിക്കുന്നു. അപ്പോൾ ആ ആയുധങ്ങൾ ഒക്കെ എടുത്ത് പ്രയോഗിച്ചാൽ ഇസ്രയേലിന്റെ പൊടി പോലും കണ്ടുപിടിക്കാൻ ഉണ്ടാവില്ല. അനിസ്പ്രേയുടെ അങ്ങനെ നടുക്കടലിൽ ഇന്ധനം തീർന്ന കപ്പലിനെ പോലെ ആടി ഉലയുകയാണ് ഇസ്രയേലും കൂട്ടുശിങ്കിടികളായ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ള നാറ്റോ സൈനിക സഖ്യം. ഇവരെ കൈകൊടുത്ത് വലിച്ചു കയറ്റി രക്ഷപ്പെടുത്താൻ ആരാണ് വരുന്നത്, ആരാണ് ശ്രമിക്കുന്നത് എന്നും നോക്കി കാഞ്ചിയിൽ വിരലും വെച്ച് പതുങ്ങിയിരിക്കുകയാണ് ഇറാനിയൻ പ്രോക്സികൾ. അത്തരക്കാരെ എന്ത് വില കൊടുത്തും വകവരുത്തും എന്ന ശപഥത്തോടു കൂടി. ആയതുകൊണ്ട് ഈ വീഡിയോ ഞാൻ തൽക്കാലം കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അടുത്ത വീഡിയോയിൽ ഇതിനേക്കാൾ മികച്ച അപ്ഡേഷൻസുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അതുവരേക്കും എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ വലിയൊരു സലാം.